ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയുന്നത് മാരുതി സുസുക്കി സെൻ ആണ് വണ്ടി. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ചെറിയ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂട്ടറിന്റെ സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇതിന്റെ ബാറ്ററി വെയർ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാറ്ററി വെയർ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആക്കാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. വെറുതെ കിടന്ന് തിരിയല്ലാതെ സ്റ്റാർട്ടിനകത്തോട്ട് കറണ്ടേ വരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് റിമോട്ട് ഇല്ല. ഇതിനകത്ത് നിപ്പോന്റെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് സ്ലീപ്പ് മോഡിലേക്ക്, ഒരു സേഫ്റ്റി മോഡിലേക്ക് അത് പോകും. നമ്മൾ ബാറ്ററി ഊരി കുറെ നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സേഫ്റ്റി മോഡിൽ പെട്ടെന്ന് നമ്മൾ ബാറ്ററി ഊരിയിട്ട് പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കംപ്ലൈന്റ് കാണിക്കത്തില്ല. അപ്പൊ സേഫ്റ്റി മോഡിലേക്ക് പോകും. അത് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം ആദ്യം. അപ്പോൾ നമ്മൾ കണ്ട കീ ഇട്ടിട്ടുണ്ട്. കീ ഇടുമ്പോൾ ഇവിടെ ഇഗ്നീഷന്റെ ലൈറ്റും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കീ തിരിക്കുമ്പോൾ ആ ഒരു ഫീൽ, അതായത് സ്റ്റാർട്ടറിനകത്തോട്ട് കറണ്ട് പോകുന്നില്ല, സ്റ്റാർട്ടറിനകത്തോട്ട് സ്റ്റാർട്ട് ആവാത്ത ഒരു ഫീൽ. അപ്പോൾ നമ്മൾ ബാറ്ററി അഴിച്ചു കഴിയുമ്പോൾ വിചാരിക്കും സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ റീസെറ്റിംഗ് ബട്ടൺ വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ സെൻട്രൽ ലോക്കിന്റെ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന ടിക് 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 എന്ന് ആ ഒരു റിലേ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഡോർ അടച്ചിട്ട് ചാവിയിൽ മാനുവലായിട്ട് ലോക്ക് ചെയ്യുക, അൺലോക്ക് ചെയ്യുക, ലോക്ക് ചെയ്യുക, അൺലോക്ക് ചെയ്യുക. അങ്ങനെ ഒരു 2-3 വട്ടം ലോക്കും അൺലോക്കും ചെയ്തതിന് ശേഷം വണ്ടി തുറക്കുക. വണ്ടി തുറന്നതിന് ശേഷം ഇവിടെ ചാവി ഇടുക. ചാവി ഇട്ടതിന് ശേഷം ചാവി ഓൺ ചെയ്യുക, ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അങ്ങനെ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നത് വരെ പ്രസ് ചെയ്യുക. നമ്മളിപ്പോൾ ചാവി ഓൺ ചെയ്തു, പ്രസ് ചെയ്തു, ഓഫ് 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 ചെയ്തു, പ്രസ് ചെയ്തു. ഇപ്പോൾ ആ സെൻട്രൽ ലോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടക്കെന്നൊരു സൗണ്ട് കേട്ടത് അലാറം ഇതിനകത്ത് ഇല്ലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അലാറത്തിൻ്റെ ബീപ്പ് സൗണ്ട് കേൾക്കും. ഇപ്പോൾ സെൻട്രൽ ലോക്ക് ഇപ്പോൾ വർക്കായി. ഓക്കെ, ഇനി വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്കാൻ വേണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നിപ്പോൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ മൊഡ്യൂൾ നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററി വെയർ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും കൊടുത്തേക്കുന്നത്, ചിലപ്പോൾ ഇതിൻ്റെ അടിയിലോ വല്ലതും ആയിരിക്കും കൊടുത്തേക്കുന്നത്, ഇതിൻ്റെ ആ ഒരു സെൻട്രൽ ലോക്കിൻ്റെ റീസെറ്റിംഗ് ബട്ടൺ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അൺലോക്ക് ചെയ്യുക, ചാവി ഇട്ടിട്ട് ഡോർ അൺലോക്ക് ചെയ്തിട്ട് 2-3 പ്രാവശ്യം ലോക്ക് അൺലോക്ക് ചെയ്തതിന് ശേഷം ഒരു 5-10 വട്ടം നമ്മൾ ചിലപ്പോൾ 5-ലോ ഒരു 6-ലൊക്കെ നമുക്കത് കിട്ടും. ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞ് ഇതിൽ പ്രസ് ചെയ്യുക, ഇഗ്നിഷൻ ഓഫ് ചെയ്യുക, വിടുക. അങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ബീപ്പ് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാകും. അപ്പോൾ വണ്ടി കറക്റ്റായിട്ട് തന്നെ സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നിപ്പോൻ്റെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.